ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് 2024 മെയ്യിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു 15,000 രൂപ ബഡ്ജറ്റിൽ നിൽക്കുന്ന നല്ല 5 കിടിലൻ ഫോണുകളാണ്. ഇപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു റേഞ്ചിൽ വരുന്ന റിയൽമിയുടെ നല്ലൊരു ഫോണാണ് റിയൽമി P1. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 6.67 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, മീഡിയാടെക് ഡിമെൻസിറ്റി 7050 പ്രോസസ്സർ, 6 GB റാം, 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. അതുപോലെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ റിയർ ക്യാമറ 50 മെഗാ പിക്സലിൻ്റെ നല്ലൊരു അടിപൊളി ക്യാമറയുണ്ട്. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലാണ് വരുന്നത്. ഇതിൻ്റെ ബാറ്ററി ഭാഗം നോക്കുകയാണെങ്കിൽ 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും 45 വാട്ട് ചാർജിങ്ങും ഈ ഫോണിൽ ലഭ്യമാണ്. ഈ ഒരു റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ സാംസങ്ങിൻ്റെ നല്ല 2 മോഡലുകളാണ് M15ഉം F15ഉം. ഇത് സ്പെസിഫിക്കേഷൻ വൈസ് ഇത് ഏതാണ്ടൊക്കെ സെയിം റേഞ്ചിൽ വരുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് ഇത് ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 6.5 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ, 90 Hz റിഫ്രഷിംഗ് റേറ്റ്, മീഡിയാടെക് ഡിമെൻസിറ്റി 6100 പ്ലസ് പ്രോസസ്സർ, അതുപോലെ 6 GB റാം, 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻറ്റിലും ഇത് അവൈലബിൾ ആണ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. 50 മെഗാ പിക്സൽ, പിന്നെ ഒരു 5 മെഗാ പിക്സൽ, പിന്നെ 2 മെഗാ പിക്സൽ, അങ്ങനെ 3 ക്യാമറയാണ് റിയർ ക്യാമറയിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 13 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറയിൽ വരുന്നത്. 6000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും 25 വാട്ട് ചാർജിങ്ങും ഈ ഫോണിൽ ലഭ്യമാണ്. ഈ ഒരു റേഞ്ചിൽ വരുന്ന വിവോയുടെ നല്ലൊരു മോഡലാണ് വിവോ T3X. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതും ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രോസസ്സർ, 6.72 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ, അതുപോലെ തന്നെ 120 Hz റിഫ്രഷിംഗ് റേറ്റ്. പിന്നീട് ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. 50 മെഗാ പിക്സൽ, പിന്നെ ഒരു 2 മെഗാ പിക്സൽ. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സലാണ് വരുന്നത്. 6 GB റാം, 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജും അത് 1 TB വരെ എക്സ്പാൻഡബിളുമാണ്. ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നതിൽ SIM 2ൽ നാനോ ഹൈബ്രിഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി ഭാഗം നോക്കുകയാണെങ്കിൽ 6000 mAh നല്ലൊരു അടിപൊളി ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിലുണ്ട്. അതുപോലെ തന്നെ 44 വാട്ട് ചാർജിങ്ങും ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണുകളെല്ലാം ഏതാണ്ട് ഒരു 15,000 രൂപ റേഞ്ചിൽ പല ഓഫറുകൾക്ക് ശേഷം ഇന്ന് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ലഭ്യമാണ്. ഈ ഒരു റേഞ്ചിൽ തന്നെ വാങ്ങിക്കാൻ പറ്റിയ മോട്ടോറോളയുടെ ഒരു നല്ല മോഡലാണ് മോട്ടോ G64. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതും ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മീഡിയാടെക് ഡിമെൻസിറ്റി 7025 പ്രോസസ്സർ, അതുപോലെ തന്നെ 6.5 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ, 8 GB റാം, 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറയാണ് റിയർ ക്യാമറയിൽ വരുന്നത്. അതിൽ 50 മെഗാ പിക്സലിൻ്റെ നല്ലൊരു അടിപൊളി ക്യാമറ ഇതിൻ്റെ റിയർ ക്യാമറയിൽ വരുന്നുണ്ട്. പിന്നീട് ഒരു 8 മെഗാ പിക്സൽ. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലാണ് വരുന്നത്. 6000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിലുണ്ട്. 30 വാട്ട് ചാർജിങ്, അതുപോലെ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, IP52 റേറ്റിംഗ്. ഇതെല്ലാം മോട്ടോറോള മോട്ടോ G64ൻ്റെ പ്രത്യേകതകളാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ഈ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു 5ാമത്തെ ഫോണാണ് റിയൽമിയുടെ 12X എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ IP54 റേറ്റിംഗ് ഉണ്ട്. 6.72 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 6 GB റാം, 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. അതുപോലെ തന്നെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിൻ്റെ നല്ലൊരു ക്യാമറ പ്രൈമറി ക്യാമറ ആയിട്ടുണ്ട്. പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ക്യാമറ. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സലാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 6100 പ്ലസ് പ്രോസസ്സറാണ് ഇതിലുള്ളത്. 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും 45 വാട്ട് ചാർജിങ്ങും ഈ റിയൽമി 12Xലുണ്ട്. ഈ പറഞ്ഞ ഫോണുകളെല്ലാം ഏതാണ്ട് ഒരു 15,000 രൂപ റേഞ്ചിൽ
നമുക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടുകൾക്കൊക്കെ ശേഷം ഓൺലൈൻ സൈറ്റുകളിലും സ്റ്റോറുകളിലൊക്കെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ റേറ്റൊക്കെ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ മറ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.